വെൽക്കം ടു ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സ് വീക്ക്ലി സ്റ്റോക്ക് മാർക്കറ്റ് വ്യൂ ഡേറ്റഡ് 16th മാർച്ച്. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് 18th മാർച്ച് മുതൽ 22nd മാർച്ച് വരെയുള്ള വീക്കാണ്. ഇന്ന് നമ്മൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻറ്റിനെ കുറിച്ച് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് ടാക്സ് ലോസ് ഹാർവെസ്റ്റിംഗ് എങ്ങനെയാണ്, എസ്പെഷ്യലി നമ്മുടെ ഈ ഫിനാൻഷ്യൽ ഇയർ എൻഡിൽ മാർച്ച് മന്തിൽ നമുക്ക് ഏതെങ്കിലുമൊക്കെ ലോസുകളുണ്ടെങ്കിൽ, ഏതെങ്കിലും അൺറിയലൈസ്ഡ് ലോസുകൾ നമ്മുടെ പോർട്ട്ഫോളിയോയിലുള്ള സ്റ്റോക്കുകളിലുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് ടാക്സ് ഈ വർഷത്തെ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കുറയ്ക്കാൻ സാധിക്കുക എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നുണ്ട് ഈ വീഡിയോയിൽ. ആദ്യം നമുക്ക് കഴിഞ്ഞ വീക്കിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് നോക്കാം. കഴിഞ്ഞ വീക്കിൽ മാർക്കറ്റ് എസ്പെഷ്യലി മിഡ് ക്യാപ്സും സ്മോൾ ക്യാപ് സ്റ്റോക്കുകളിലും വലിയൊരു സെൽ ഓഫ് ഉണ്ടാകുകയുണ്ടായില്ല. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം ഉണ്ടായത് അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്സും ആംഫി മ്യൂച്വൽ ഫണ്ടുകളോട് അവരുടെ സ്മോൾ ക്യാപ്പും അതുപോലെ മിഡ് ക്യാപ്പ് ഫണ്ടുകളിലുള്ള കോൺസെൻട്രേഷൻ ഒന്ന് കുറയ്ക്കാനും ഒന്ന് ഡീഫോക്കസ് ചെയ്യാനും അതുപോലെ അതിലോട്ടുള്ള എക്സ്പോഷറുകൾ കുറയ്ക്കാനും ഉള്ളൊരു ഡയറക്ഷൻ നൽകിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സെബിയുടെ ചീഫ് കഴിഞ്ഞ ദിവസത്തിൽ മിഡ് ക്യാപ്പുകളും അതുപോലെ തന്നെ സ്മോൾ ക്യാപ്പുകളും ഓവർ വാല്യൂഡാണ്, അതുകൊണ്ട് മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ മാർച്ച് 15th മുമ്പായിട്ടുള്ള ഒരു ടെസ്റ്റ് നടത്തണമെന്നുള്ളൊരു കാര്യം ഇവിടെ പറയുകയുണ്ടായി. അതുപോലെ നമുക്കറിയാം മാർച്ച് മന്താണ്. മാർച്ച് മന്തിൽ കുറേയധികം പ്രോഫിറ്റും ലോസും ഇൻസ്റ്റിറ്റ്യൂഷനുകളും അതുപോലെ തന്നെ വലിയ ഇൻവെസ്റ്റേഴ്സും ബുക്ക് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ അതുകൂടെ നടന്നുകൊണ്ടാണ് മാർക്കറ്റിൽ കഴിഞ്ഞ വീക്കിൽ നമ്മളൊരു വലിയൊരു സെൽ ഓഫ് നമ്മൾ കാണുകയുണ്ടായതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളിതിനെക്കുറിച്ച് ഈ മാസം നമ്മൾ ഇങ്ങനെയുള്ളൊരു വൊളാറ്റിലിറ്റി എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പല വീഡിയോകളിലും നമ്മൾ ഡിസ്കസ് ചെയ്യുകയും ചെയ്തിരുന്നതാണ്. എന്തായാലും എല്ലാ വർഷവും മാർച്ച് മന്തിൽ ഇതുപോലെയുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നമ്മൾ കാണാറുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഈ കഴിഞ്ഞ വീക്കിലുണ്ടായ ഒരു കറക്ഷൻ കൺസോൾട്ടേഷനും ഒരുപക്ഷെ അടുത്ത 2 ആഴ്ചയും കൂടെ കണ്ടിന്യൂ ചെയ്തു എന്നിരിക്കാം. പക്ഷേ നമ്മളതിനെക്കുറിച്ച് കൂടുതൽ വറീഡാവേണ്ട കാര്യമില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം മാർച്ചിൽ നിന്നും നമ്മൾ ഏപ്രിൽ മന്തിലേക്ക് കടക്കുമ്പോൾ വളരെ നല്ല മിഡ് ക്യാപ്പുകളും സ്മോൾ ക്യാപ്പുകളും എല്ലാം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു കാര്യം നമ്മൾ ഇനി വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വളരെ പെന്നി സ്റ്റോക്കുകൾ പോലെയുള്ള സ്റ്റോക്കുകൾ ഈ അടുത്ത വർഷം ഇതുപോലെ നമുക്ക് കഴിഞ്ഞ വർഷം ലഭിച്ചതുപോലെയുള്ളൊരു ലാഭം നൽകാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് നമ്മൾ വളരെ നല്ല സ്റ്റോക്കുകളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്കറിയാം അടുത്ത 5 വർഷവും നമ്മുടെ മാർക്കറ്റ് വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യും. കാരണം നമ്മുടെ എക്കണോമി വളരെ നല്ല രീതിയിലാണ് പെർഫോം ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ളൊരു ഇക്കണോമിയിൽ എപ്പോഴും സ്മോൾ ക്യാപ്പുകളും മിഡ് ക്യാപ്പുകളും എല്ലാം നല്ല പൊട്ടൻഷ്യലുള്ള ഇങ്ങനെയുള്ള സ്റ്റോക്കുകളെല്ലാം ഹ്യൂജ് റിട്ടേൺ നൽകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് മിഡ് ക്യാപ്പുകളെയും സ്മോൾ ക്യാപ്പുകളെയും അവോയ്ഡ് ചെയ്യുക എന്നുള്ളതല്ല, അതിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള സ്റ്റോക്കുകളും അതുപോലെ തന്നെ ഫ്യൂച്ചർ പൊട്ടൻഷ്യലുള്ള സ്റ്റോക്കുകളെയും ഐഡൻറ്റിഫൈ ചെയ്യുകയും അതിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഹ്യൂജ് റിട്ടേൺ നേടാനുള്ള അതുപോലെ തന്നെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജി പ്ലാൻ ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ റെഗുലേറ്റേഴ്സ് നമുക്കറിയാം ചില സ്മോൾ ക്യാപ് സ്റ്റോക്കുകളൊക്കെ പെന്നി സ്റ്റോക്കുകളൊക്കെ ഒരു ഓപ്പറേറ്റർ ഡ്രിവൺ ആയിട്ടുള്ള രീതിയിലൊക്കെ മൂവ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഏരിയയിൽ അങ്ങനെയുള്ള സ്റ്റോക്കുകളിൽ ഒരു പക്ഷേ കൂടുതൽ കൺട്രോൾസ് ഇനിയും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സ്റ്റോക്കുകളിൽ നിന്ന് മാറുകയും അതേസമയം നമ്മൾ ക്വാളിറ്റി സ്റ്റോക്കുകളിലേക്ക് മൂവ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു സ്ട്രാറ്റജി. അപ്പോൾ അത് എപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ ഡയമണ്ട് പിക്സും അതുപോലെ ഗോൾഡൻ പിക്സ് പോലെയുള്ള സ്റ്റോക്കുകളും ഈവൻ നമ്മൾ സ്വിംഗ് ഡെലിവറി പോലെയുള്ള സ്റ്റോക്കുകൾ പോലും നമ്മൾ ഒരു ക്വാളിറ്റി ഇല്ലാത്ത സ്റ്റോക്കിൽ ഒരിക്കലും നൽകാറില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സിൻ്റെ റെക്കമെൻഡേഷൻസ് ആയിട്ടുള്ള സ്റ്റോക്കുകളിലെല്ലാം ഹ്യൂജ് വെൽത്ത് നമ്മുടെ ക്ലയൻസിന് നേടി നൽകാനായിട്ട് നമുക്ക് സാധിക്കാറുള്ളത്. അപ്പോൾ നമ്മൾ ഈ മാർച്ച് മന്തിൽ ഇപ്പോഴുള്ള ഈ കറക്ഷൻ ഒരുപക്ഷെ അടുത്ത ആഴ്ചയും കൂടെ കണ്ടിന്യൂ ചെയ്ത് തന്നിരിക്കാം. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല സ്റ്റോക്കുകളാണ്. ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സിൻ്റെ എല്ലാ റെക്കമെൻഡേഷൻസും ഫണ്ടമെൻ്റലി നല്ല സ്റ്റോക്കുകൾ മാത്രമാണ്. അതുകൊണ്ട് ആ സ്റ്റോക്കുകൾ
എല്ലാവരും പോർട്ട്ഫോളിയോയിൽ ഹോൾഡ് ചെയ്യുക. കഴിയുമെങ്കിൽ കറക്ഷൻസിൽ നല്ല രീതിയിലുള്ള കറക്ഷൻസിൽ ഏതെങ്കിലും സ്റ്റോക്കുകൾ ലഭിക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ഈ അടുത്ത ആഴ്ചയിലെയും നമ്മുടെ സ്ട്രാറ്റജി. അതുപോലെ ഇതുപോലെയുള്ള ഒരു ഇതുപോലെയുള്ള ഒരു നമുക്കറിയാം കഴിഞ്ഞ വീക്കിൽ കുറേയധികം ഇൻവെസ്റ്റേഴ്സ് വളരെ പാനിക്കായിട്ടുള്ള മെസ്സേജുകൾ അയക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ക്ലയൻസിന് 2-3 മെസ്സേജുകൾ നമ്മൾ അയക്കുകയുണ്ടായി. കാരണം ഇതുപോലെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ പാനിക് ആകുകയല്ല വേണ്ടത്, നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം നമ്മൾ മെസ്സേജുകൾ അയക്കുകയുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു മെസ്സേജ് ഞങ്ങൾ അയച്ചു കഴിഞ്ഞപ്പോൾ നമുക്കൊരു എൻ്റെ അടുത്തൊരു ക്ലയൻറ്റ് ചോദിച്ചൊരു കാര്യമാണ്, എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം ചോദിക്കുകയുണ്ടായി. അപ്പോൾ ഇത് ആ ഒരു ചോദ്യത്തിന് കൃത്യമായിട്ടും നമുക്കറിയാം ഒരു ഉത്തരം, ഏതെങ്കിലും ഒരു സ്റ്റോക്ക് നല്ല രീതിയിലൊരു കറക്ഷനിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കോസ്റ്റ് താഴേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ചെയ്യാൻ സാധിക്കുന്നത്, നമുക്ക് ഒരു ടാക്സ് പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് നമുക്കറിയാം ഈ വർഷം നമ്മൾ ഡയമണ്ട് പിക്സിലൊക്കെ 100%, 200% ഒക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഹ്യൂജ് പ്രോഫിറ്റ് പല ക്ലയൻസുകളുണ്ട്. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും സ്റ്റോക്കിൽ ഇപ്പോൾ ഒരു അൺറിയലൈസ്ഡ് ലോസ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ഒരു ലോസ് ഹാർവെസ്റ്റിംഗ് എന്നുള്ള ആ ഒരു ടെക്നിക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് കുറച്ച് ടാക്സ് പേ ചെയ്യേണ്ടതിനെ കുറച്ച് കൊണ്ടുവരാനും സാധിക്കും. അപ്പോൾ അതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ്റെ കേസിലും നമുക്ക് ടാക്സ് പ്രോഫിറ്റ് പ്ലാനിങ് കൂടെ നമുക്ക് അവിടെ ചെയ്യാൻ സാധിക്കും. അതിനെക്കുറിച്ച് നമ്മൾക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അപ്പോൾ നമ്മളൊരു മാർക്കറ്റിൻ്റെ ഒരു കറക്ഷൻസിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എപ്പോഴും നമുക്ക് മാർക്കറ്റിൻ്റെ ബുള്ളിഷ് മാർക്കറ്റിൽ മാത്രമല്ല ബെയറിഷ് മാർക്കറ്റിലും കുറേയധികം നമ്മൾ സ്ട്രാറ്റജീസ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടുത്ത മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിൽ അല്ലെങ്കിൽ ഈ നമ്മൾ പോർട്ട്ഫോളിയോയിൽ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കുകളുടെ അടുത്ത മൂവ്മെൻറ്റിൽ നമുക്ക് പ്രോഫിറ്റ്സ് നേടാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ നമ്മൾ ഒരാഴ്ച മുമ്പ് നൽകിയിരുന്നൊരു ട്രിപ്പിൾ ഡെലിവറി റെക്കമെൻഡേഷൻ ആയിരുന്നു ഹെഡൽബർഗ് സിമൻസ് എന്നുള്ള സ്റ്റോക്കിൽ. നമുക്ക് ആ സ്റ്റോക്കിൻ്റെ ചാർട്ടാണ് നമ്മൾ കാണുന്നത്. നമുക്ക് കാണാൻ 220 ലെവലിലായിരുന്നു നമ്മൾ സ്റ്റോക്കിനെ റെക്കമെൻഡ് ചെയ്തിരുന്നത്. 250 എന്നുള്ള ഒരു ടാർഗറ്റിലേക്കായിരുന്നു നമ്മൾ ഫസ്റ്റ് ടാർഗറ്റും 275 എന്നുള്ള സെക്കൻഡ് ടാർഗറ്റിലേക്കുള്ള ഒരു മൂവ്മെൻറ്റാണ് നമ്മൾ ആ സ്റ്റോക്കിന് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നത്. ഈ സ്റ്റോക്ക് നമ്മൾ മലയാള മനോരമയുടെ സമ്പാദ്യം എന്നുള്ള മാഗസിനിലും നമ്മൾ 1 ഇയറിൻ്റെ ഒരു 275 ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്തിരുന്ന ഒരു സ്റ്റോക്കായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ കറക്ഷനിൽ കാണാൻ നമുക്ക് ആ സ്റ്റോക്ക് 193 ലെവലിലേക്കൊക്കെ വന്നിരിക്കുന്നതില്ല. അപ്പോൾ ഇതുപോലെയുള്ള ഒരു കറക്ഷനൊക്കെ കിട്ടുമ്പോൾ നമുക്ക് നമ്മുടെ ട്രിപ്പിൾ ഡെലിവറി റെക്കമെൻഡേഷൻ ആണെങ്കിലും കുറച്ചുകൂടി സ്റ്റോക്കുകൾ ഈ സ്റ്റോക്കിൻ്റെ ഈ കറക്ഷനിൽ കുറച്ചുകൂടെ നമുക്ക് ആഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിങ്ങനെയുള്ള അവസരം ലഭിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ മിഡ് ക്യാപ് 100 ഇൻഡെക്സ് ആണ്. നമുക്ക് കാണാം കഴിഞ്ഞ വീക്കിൽ മിഡ് ക്യാപ് ഇൻഡെക്സ് ക്ലോസ് ചെയ്തിരുന്നത് 48,966 പക്ഷേ ഈ വീക്കിൽ നമുക്ക് കാണാം മിഡ് ക്യാപ് ഇൻഡെക്സ് 46,685 ആണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. വലിയൊരു ഫോളിന് ശേഷമാണ് അവിടെ ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നമുക്ക് ഇപ്പോൾ കാണുന്ന നിഫ്റ്റിയുടെ സ്മോൾ ക്യാപ് ഇൻഡെക്സ് ആണ്. കഴിഞ്ഞ വീക്കിൽ 15,709 ക്ലോസ് ചെയ്തിരുന്നത്. ഈ വീക്കിൽ 14,846 നമുക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകളും എന്തായാലും ഒരു കറക്ഷൻ ഡ്യൂ ആയിരുന്നു. ആ ഒരു കറക്ഷനാണ് ഇപ്പോൾ നടക്കുന്നത്. മാർച്ച് മന്തിലെ പ്രോഫിറ്റ് ബുക്കിങ്ങോടുകൂടി ഈ സ്റ്റോക്കുകളെല്ലാം നമുക്ക് പല സ്റ്റോക്കുകളും നല്ല സ്റ്റോക്കുകളുണ്ട്, അതിൽ ബൈയിങ് ലെവലിൽ വരും. അങ്ങനെയുള്ള സ്റ്റോക്കുകളിൽ ബൈയിങ് ലെവലിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും പല സ്റ്റോക്കുകളിലും നമ്മുടെ ഡയമണ്ട് പിക്സും അതുപോലെ തന്നെ ഗോൾഡൻ പിക്സും ഒക്കെ നമുക്ക് എൻ്റർ ചെയ്യാനുള്ള അവസരവും അടുത്ത വർഷത്തേക്ക് നമുക്ക് ലഭിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ മാർക്കറ്റ് നൽകും. അപ്പോൾ മാർക്കറ്റിൽ നമുക്ക് മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ മാത്രമല്ല ചില ഇൻ്റർമീഡിയൻ്റ് ആയിട്ട് മാർക്കറ്റ് താഴേക്ക് കൂടെ വന്നാലാണ് നമുക്ക് അടുത്ത എൻട്രികൾ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു കറക്ഷന് നമ്മൾ അതിൻ്റേതായ ഒരു സ്പിരിറ്റിൽ മാത്രം എടുത്താൽ മതി. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു പോയിൻ്റാണ് വാറൻ ബഫറ്റ് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ്. ദ സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് എ ഡിവൈസ് വിച്ച് ട്രാൻസ്ഫേഴ്സ് മണി ഫ്രം ദ ഇംപേഷ്യൻ്റ് ടു ദ പേഷ്യൻ്റ് എന്നുള്ളൊരു കാര്യം. അപ്പോൾ നമ്മൾ ഈ മാർച്ച് മന്തിൽ ഇതുപോലെയുള്ളൊരു കറക്ഷൻ കണ്ടു, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ നെഗറ്റീവ് ന്യൂസുകൾ കണ്ടു എന്ന് പറഞ്ഞ് നമ്മുടെ സ്റ്റോക്കുകൾ ലോസിൽ സെല്ല് ചെയ്ത് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ആ ലോസുകളെല്ലാം
റിയലൈസ്ഡ് ലോസ് ആയല്ല. അതേസമയം നമ്മൾ സ്റ്റോക്കുകൾ ഇതുപോലെയുള്ളൊരു കറക്ഷനിൽ നമ്മളത് പേഷ്യൻസോടുകൂടി ഹോൾഡ് ചെയ്യുകയും കഴിയുമെങ്കിൽ നമ്മുടെ ഫണ്ട് അവൈലബിലിറ്റി അനുസരിച്ച് കുറച്ചുകൂടെ സ്റ്റോക്കുകളൊക്കെ ആഡ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അടുത്ത മാസം മാർക്കറ്റ് വീണ്ടും സ്റ്റഡിയായി വീണ്ടും മുകളിലേക്ക് വരുന്ന സമയത്ത് പ്രോഫിറ്റിലേക്ക് വരും. അപ്പോൾ നമുക്കത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മളിവിടെ പേഷ്യൻസ് കാണിക്കുക, ഇമ്പേഷ്യൻ്റായിട്ട് നമ്മൾ സ്റ്റോക്കുകൾ ലോസിൽ വലിച്ചെറിയാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അടുത്തായിട്ട് നമുക്കിനി ഈ വർഷം പലർക്കും നമുക്കറിയാം മാർക്കറ്റിൽ വലിയൊരു മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ റെക്കമെൻഡേഷൻസിൽ എസ്പെഷ്യലി ഡയമണ്ട് പിക്സിലൊക്കെ ഈവൻ 100%, 200%, 300% ഒക്കെ പ്രോഫിറ്റ് ഉള്ളവരുണ്ട്. പലർക്കും ഒരു സിംഗിൾ സ്റ്റോക്കിൽ തന്നെ 20 lakhs 30 lakhs ഒക്കെ പ്രോഫിറ്റ് കിട്ടിയവരുണ്ട് അല്ലേ. അപ്പോൾ അത് അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്തായാലും കുറേയധികം പ്രോഫിറ്റ് നേടാനുള്ള റെക്കമെൻഡേഷൻസ് നൽകി. ഇനി അങ്ങനെ അതുകൊണ്ട് പക്ഷേ ഇത് ആക്ച്വലി നമ്മൾ ഈ പ്രോഫിറ്റ് കൂടുതൽ നേടാനുള്ള റെക്കമെൻഡേഷൻസ് നൽകുമ്പോൾ കൂടുതൽ ടാക്സും നൽകേണ്ടി വരും എന്നുള്ളതാണ് അത് രണ്ടും കൂടെ ഒരുമിച്ച് പോകുന്നൊരു പോയിൻ്റാണല്ലോ. അപ്പോൾ അതേസമയം സാറിനി ടാക്സ് കുറയ്ക്കാനുള്ള ഈ ടാക്സ് കുറയ്ക്കാൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ പറഞ്ഞു തരണം എന്ന് പല ക്ലയൻസും നമ്മുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു മുമ്പൊരു വീഡിയോയിൽ ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളതാണ്. ഞാൻ ഈ പോയിന്റിനെ കുറിച്ച് പലരും കൺഫ്യൂസ്ഡ് ആവും എന്നുള്ളത് കൊണ്ട് കാര്യമായിട്ട് ഞാൻ വീഡിയോസിൽ സംസാരിക്കാറില്ല. പക്ഷേ ടാക്സ് ലോസ് ഹാർവെസ്റ്റിംഗ് എന്നുള്ള ഒരു പോയിന്റ് നമുക്ക് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഓൾറെഡി ഉള്ള പ്രോഫിറ്റിൽ നിന്നും കുറച്ച് ലോസുകൾ ബുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ വർഷത്തെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ അതുപോലെ തന്നെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഇത് രണ്ടും കുറച്ച് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ടാക്സ് നമ്മൾ ഈ വർഷം പേ ചെയ്യേണ്ട ടാക്സിനെ കുറയ്ക്കാനായിട്ടുള്ള അവസരമുണ്ട്. അതിനെപ്പറ്റിയാണ് നമ്മളിനി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നത്. പക്ഷേ അതിന് മുന്നോടിയായിട്ട് ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ അറിയാത്തവർക്ക് വേണ്ടി എന്താണ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്റ്റോക്ക് നമ്മൾ 12 മാസത്തിൽ താഴെയാണ് വിൽക്കുന്നതിന് മുമ്പ് ഹോൾഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റാണ്. അത് വിൽക്കുമ്പോഴുള്ള പ്രോഫിറ്റിനാണ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു സ്റ്റോക്ക് നമ്മൾ 12 മാസത്തിൽ കൂടുതൽ ഹോൾഡ് ചെയ്തതിന് ശേഷം വിൽക്കുമ്പോൾ കിട്ടുന്ന പ്രോഫിറ്റിനെയാണ് നമ്മൾ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ അടയ്ക്കേണ്ട ടാക്സും അതുപോലെ തന്നെ ലോങ് ടൈം ക്യാപിറ്റൽ അടയ്ക്കേണ്ട ടാക്സും അതിൻ്റെ റേറ്റിൽ വ്യത്യാസമുണ്ട്. ആ ഒരു റേറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനിൽ നമ്മൾ അടയ്ക്കേണ്ട ടാക്സ് 15% ആണ്. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ 12 മാസത്തിൽ താഴെ ഒരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്തിട്ട് വിൽക്കുമ്പോൾ ലഭിക്കുന്ന പ്രോഫിറ്റിനെയാണ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. അതിൽ കൂടുതൽ ടാക്സ് അടയ്ക്കണം, അതായത് 15% ടാക്സ് അടയ്ക്കണം. അതേസമയം ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ അതിലടയ്ക്കേണ്ട ടാക്സ് 10% ആണ്. പക്ഷേ അതിലൊരു ബേസിക് എക്സംഷൻ ലിമിറ്റ് ഉണ്ട്. നമുക്കൊരു വർഷം 1 lakhൽ കൂടുതൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ടാക്സ് അടയ്ക്കേണ്ടതുള്ളൂ. അപ് ടു 1 lakh നമുക്ക് എക്സംഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ പ്രോഫിറ്റ് ഏതെങ്കിലും ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിലും ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിലും നമ്മൾ ആ സ്റ്റോക്ക് വിറ്റിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമ്മളതിൽ ടാക്സ് അടയ്ക്കേണ്ടതുള്ളൂ. അൺറിയലൈസ്ഡ് ആയിട്ടുള്ള പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസിന് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ട കാര്യം ഇല്ല എന്നുള്ള ഒരു പോയിൻ്റ് കൂടെ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ കൺസിഡർ ചെയ്യുക. അതുപോലെ എന്താണ് ടാക്സ് ലോസ് ഹാർവെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വർഷം കുറേയധികം നമ്മൾ സ്റ്റോക്കുകൾ പ്രോഫിറ്റിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതും നമുക്ക് ടാക്സ് അടയ്ക്കാനുണ്ട് എന്ന് കരുതുക. അതേസമയം നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഏതെങ്കിലും സ്റ്റോക്കിൽ നമുക്ക് അൺറിയലൈസ്ഡ് ആയിട്ടുള്ള ലോസുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ആ സ്റ്റോക്കിന് വേണമെങ്കിൽ നമുക്ക് കൂടുതൽ ലോസുള്ള ഒരു സ്റ്റോക്കാണെന്ന് ഇരിക്കുക. അങ്ങനെയുള്ള ഒരു സ്റ്റോക്കിന് വിറ്റതിന് ശേഷം നമുക്ക് ആ ലോസ് ബുക്ക് ചെയ്യാം. അതിനുശേഷം വീണ്ടും നമ്മൾ 1-2 ദിവസത്തിന് ശേഷം ഈ സ്റ്റോക്കിനെ നമ്മൾ തിരിച്ചു വാങ്ങുമ്പോൾ നമ്മൾ പോർട്ട്ഫോളിയോയിൽ ഒരു ചേഞ്ചും വരുന്നില്ല. പക്ഷേ നമുക്ക് ആ ലോസ് ബുക്ക് ചെയ്യുകയും ഈ ലോസിനെ നമുക്ക് ഓൾറെഡി ഉള്ള പ്രോഫിറ്റിന് അഗൻസ്റ്റ് നെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഓൾറെഡി ഉള്ള പ്രോഫിറ്റിൽ നിന്നും ഈ ലോസ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ടാക്സ് കുറയുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇതിൽ നമ്മൾ ഈ സ്റ്റോക്ക് നമ്മൾ വിൽക്കുന്നതിന് സ്റ്റോക്കിനെ തിരിച്ചു വാങ്ങുന്നു എന്നുള്ള ഒരു കാര്യം പ്രത്യേകമായിട്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും സ്റ്റോക്കിന് നമ്മൾ ഇതുപോലെയുള്ള
ടാക്സ് ഹാർവസ്റ്റിന് വേണ്ടിയിട്ട് വിൽക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒറിജിനൽ ബൈയിങ് പ്രൈസ് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. കാരണം അടുത്ത വർഷം നമ്മൾ ഈ സ്റ്റോക്കിന് പ്രോഫിറ്റിലാണ് വിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടാമത് വാങ്ങിയ പ്രൈസായിരിക്കും നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ബ്രോക്കേഴ്സിൻ്റെയൊക്കെ പോർട്ട്ഫോളിയോയിൽ കാണിക്കുക. കാരണം ഫസ്റ്റ് വാങ്ങിയ സ്റ്റോക്ക് നമ്മൾ വിറ്റത് കൊണ്ട് തന്നെ അതൊരു ക്ലോസ്ഡ് ഡീൽ പോലെയാണ്. അപ്പോൾ അത് ആ വാങ്ങിയതിന് വിറ്റ് നമ്മൾ ലോസ് ബുക്ക് ചെയ്തു, രണ്ടാമത് വാങ്ങുന്നതിന് സെപ്പറേറ്റ് ബൈ ആണ്. അപ്പോൾ അവിടെ നമ്മുടെ കോസ്റ്റ് കുറവായിരിക്കും അല്ലേ. അപ്പോൾ അത് ആ സ്റ്റോക്കിനെ നമ്മൾ പിന്നീട് വിൽക്കുമ്പോൾ ഈ താഴെ ലെവലിലുള്ള പ്രൈസിൽ നിന്നുള്ള പ്രോഫിറ്റാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അത് റിയൽ പ്രോഫിറ്റ് ആയിരിക്കില്ല, കാരണം നമ്മൾ അവിടെ ഒരു ലോസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് ആ എമൗണ്ട് കൂടെ നമുക്ക് അറിയാൻ വേണ്ടി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഡയറിയിൽ ഇങ്ങനെയുള്ള നമ്മുടെ ആദ്യത്തെ ബൈയിങ് പ്രൈസ് നോട്ട് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നമുക്കൊരു എക്സാമ്പിളായിട്ട് എടുത്ത് നോക്കാം. നമുക്കൊരു ഷോർട്ട് ആൻഡ് ക്യാപിറ്റൽ ഗെയിൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. മറ്റുള്ള ഈ വർഷത്തെ ഒരു പ്രോഫിറ്റായിട്ട് നമുക്കൊരു 2 lakhs ഷോർട്ട് ആൻഡ് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെന്ന് വിചാരിക്കും. അതായത് 12 മാസത്തിനുള്ളിൽ നമ്മൾ ഈ വർഷം വിറ്റ സ്റ്റോക്കുകളിൽ നമുക്ക് 2 lakhs പ്രോഫിറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ 15% ആണ് നമ്മൾ അടയ്ക്കേണ്ട ടാക്സ് അല്ലേ. അതായത് 30,000 നമ്മൾ ഷോർട്ട് ആൻഡ് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് അടയ്ക്കണം. അതേസമയം നമ്മളിവിടെ എങ്ങനെയാണ് ടാക്സ് ലോസ് ഹാർവസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം. നമുക്ക് കാണാം ഇവിടുത്തെ പ്രോഫിറ്റ് നമുക്ക് 2 lakhs ഉണ്ട്. അതേസമയം അൺറിയലൈസ്ഡ് ലോസ് ആയിട്ട് നമുക്കൊരു 1,50,000 നമുക്ക് മറ്റ് 1-2 സ്റ്റോക്കിലുണ്ടെന്നുണ്ടെങ്കിൽ ആ സ്റ്റോക്കുകൾ വിൽക്കുക. അപ്പോൾ നമുക്ക് 1,50,000 ലോസ് കൂടെ നമുക്ക് ഈ വർഷം വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ ആ സ്റ്റോക്കിന് വീണ്ടും അന്ന് തന്നെ വാങ്ങാൻ പാടില്ല. കാരണം നമുക്കറിയാം അന്ന് തന്നെ വാങ്ങിയാൽ ഇൻട്രാഡേ ട്രേഡിംഗ് ആയിട്ട് പോകുമ്പോൾ സ്പെക്കുലേഷൻ ആയിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് ഈ വിറ്റ സ്റ്റോക്കിന് 1-2 ദിവസത്തിന് ശേഷം അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം വാങ്ങിയാൽ മതിയാകും. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം നമ്മുടെ 2 lakhs ഷോർട്ട് ആൻഡ് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടായിരുന്നു. വീണ്ടും നമ്മൾ ഈ ടാക്സ് ഹാർവസ്റ്റിന് വേണ്ടി നമ്മൾ വിറ്റിട്ടുള്ള 1,50,000 ലോസ് ബുക്ക് ചെയ്തു. അപ്പോൾ നമ്മുടെ ഷോർട്ട് ആൻഡ് ക്യാപിറ്റൽ ഗെയിൻ 50,000 ആയിട്ട് കുറഞ്ഞു അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് ഇതിൽ 50,000 നമ്മുടെ 15% ഷോർട്ട് ആൻഡ് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 7,500 ആണ് നമുക്ക് ടാക്സ് അടയ്ക്കേണ്ടി വരുന്നുള്ളത്. അതായത് നമ്മൾ 30,000 ടാക്സ് ഉണ്ടായിരുന്നത് നമ്മൾ ഈ ടാക്സ് ലോസ് ഹാർവസ്റ്റിങ്ങിലൂടെ നമ്മൾ 22,500 rupees നമ്മളവിടെ സേവ് ചെയ്യുകയാണല്ലേ. അപ്പോൾ അതായത് നമ്മൾ ജസ്റ്റ് 7,500 അടച്ച് ഇങ്ങനെ ഒരു ടാക്സ് ലോസ് ഹാർവസ്റ്റിങ്ങിലൂടെ 22,500 ടാക്സ് സേവിങ് വരുത്തുന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക അല്ലേ. അപ്പോൾ ഇതാണ് ടാക്സ് ലോസ് ഹാർവസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സ്റ്റോക്ക് നമ്മൾ വിറ്റ സ്റ്റോക്കിനെ നമ്മൾ ഫ്യൂ ഡേയ്സിനുള്ളിൽ അല്ലെങ്കിൽ 1-2 ദിവസത്തിനുള്ളിൽ തന്നെ തിരിച്ചു വാങ്ങുന്നുണ്ട്. ആ ഡേയിൽ തന്നെ വാങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അത് ഇൻട്രാഡേ ട്രേഡിംഗ് ആവും, ഡെയിലി സ്പെക്കുലേഷൻ ആവും. അതുപോലെ തന്നെ നമ്മൾ വിറ്റ ഒരു സ്റ്റോക്കിന് നമ്മൾ ബൈ ചെയ്തതിനേക്കാൾ താഴെ ലെവലിൽ വിൽക്കുമ്പോൾ നമ്മുടെ ആ സ്റ്റോക്കിൻ്റെ കോസ്റ്റ് താഴെ വരും. അതുകൊണ്ട് അടുത്ത വർഷം ഈ സ്റ്റോക്കിൻ്റെ കോസ്റ്റ് നമുക്ക് താഴെ വന്നിട്ടുണ്ടെന്നുള്ളത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്ത് നമ്മൾ തന്നെ പേഴ്സണലി മോണിറ്റർ ചെയ്യേണ്ടി വരും. കാരണം ബ്രോക്കേഴ്സിൻ്റെ പോർട്ട്ഫോളിയോയിൽ നമ്മുടെ കോസ്റ്റ് ലോവർ കോസ്റ്റ് ആയിട്ടായിരിക്കും കാണിക്കുന്നത്. ഈ ഒരു കാര്യം ടാക്സ് ലോസ് ഹാർവസ്റ്റിംഗ് നമ്മൾ ചെയ്യുമ്പോൾ ഉള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റിസ്ക് നമ്മൾ നോക്കേണ്ടത്, നമ്മൾ ഈ സ്റ്റോക്കിനെ ലോസ് ബുക്ക് ചെയ്യുന്നതിന് വേണ്ടി വിറ്റതിന് നമ്മൾ അത് വീണ്ടും തിരിച്ചു ബൈ ചെയ്യുന്നതിന് മുമ്പ് ഇമ്മീഡിയറ്റ് ആയിട്ട് ആ സ്റ്റോക്ക് വളരെയധികം മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ വീണ്ടും ലോസുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ടാക്സ് ലോസ് ഹാർവസ്റ്റിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ നമ്മുടെ ഒരു ക്ലയൻറ്റ് കഴിഞ്ഞ വർഷം ചെയ്ത ഒരു എക്സാമ്പിൾ ഉണ്ടായിരുന്നു. അദ്ദേഹം ക്യുക്കിൽ എന്നുള്ളൊരു സ്റ്റോക്കിൽ ഇത് ടാക്സ് ലോസ് ഹാർവസ്റ്റിംഗ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഓഡിയോ നമ്മൾ നമ്മുടെ ഒരു വീക്ക്ലി വ്യൂവിൽ നമ്മൾ പ്ലേ ചെയ്തിട്ടുള്ള ഒരു ഓഡിയോ തന്നെയാണ്. നമുക്കതൊന്നുകൂടെ കേൾക്കാം. അതിനുശേഷം നമുക്ക് ക്യുക്കിൽ എന്നുള്ള സ്റ്റോക്കിൽ എങ്ങനെയാണ് ടാക്സ് ലോസ് ഹാർവസ്റ്റിംഗ് അദ്ദേഹം അപ്ലൈ ചെയ്തതെന്നുള്ളത് നമുക്ക് പ്രാക്ടിക്കലായിട്ടൊരു എക്സാമ്പിളിൻ്റെ കൂടെ നമ്മളത് നോക്കുകയും അതിലെ ചാർട്ടിൽ തന്നെ ഞാനത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ കൃത്യമായിട്ട് എക്സാമ്പിൾ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. സാറ് നമസ്കാരം. ഞാൻ ഈ ക്യുക്കിയിൽ എന്നുള്ള ഷെയർ ഞാൻ സാറിൻ്റെ ഡയമണ്ട് പിക്സ് സീരീസിൽ ജോയിൻ ചെയ്തിട്ട് ആദ്യകാലങ്ങളിൽ എടുത്തിട്ടുള്ള ഷെയറാണ്. അത് അന്ന് സാറിൻ്റെ റെക്കമെൻഡേഷൻ 235 റേഞ്ച് ആയിരുന്നു.
അപ്പോൾ അതിനുശേഷം ഞാനന്നൊരു 18,000 ക്വാണ്ടിറ്റിയാണ് എടുത്തിരുന്നത്. അതിനുശേഷം ആ ഷെയറിൻ്റെ വാല്യൂ കുറച്ച് കഴിയുമ്പോൾ താഴേക്ക് പോയി ഒരു 160ലേക്കൊക്കെ വന്നിരുന്നു. അപ്പോൾ അതിനിടയിൽ സാറ് ഒരു ലോസ് ഹാർവെസ്റ്റിംഗ് മെത്തേഡിനെ കുറിച്ച് ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ അത് പ്രകാരം കുറച്ച് ടാക്സ് സേവ് ചെയ്യാനായിട്ട് ഞാനത് അന്ന് അത് കൊടുത്തിട്ട് ലോസ് ബുക്ക് ചെയ്തിട്ട് വീണ്ടും ഈ ക്വിക്കിയിൽ 162 റേഞ്ചിൽ തിരിച്ചു വാങ്ങി. അപ്പോൾ ആ ലോസ് ബുക്ക് ചെയ്തുകൊണ്ട് എനിക്ക് ആ ഫിനാൻഷ്യൽ ഇയറിൽ കുറച്ച് ടാക്സ് സേവ് ചെയ്യാൻ പറ്റി. ആ ഒരു മെത്തേഡ് ഞാൻ ആദ്യമായിട്ട് സാറിൻ്റെ വീഡിയോ വഴി മനസ്സിലാക്കിയത്. അതിനുശേഷം കുറച്ച് കാലം കാത്തിരിക്കേണ്ടി വന്നു. പക്ഷേ കഴിഞ്ഞ 1-2 മാസമായിട്ട് ഈ ക്വിക്കിയിൽ നന്നായി പെർഫോം ചെയ്യുന്നൊരു ഇത് കണ്ടിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ 390യും 380 വന്നപ്പോൾ ഞാൻ പാർട്ട് ബൈ പാർട്ടായിട്ട് കുറച്ച് കൊടുത്തിരുന്നു. ഇന്നിപ്പോൾ 427 വരെ വന്നു. അപ്പോഴും ഞാനൊരു മേജർ പോർഷൻ കൊടുത്തു. ഇനി കുറച്ച് ക്വാണ്ടിറ്റി ഇനി ബാക്കിയുള്ള ഒരു 1700 മറ്റോ ഞാൻ ഇനി ബാക്കി ഹോൾഡ് ചെയ്യുന്നുള്ളൂ. ബാക്കിയെല്ലാം കൊടുത്തിരുന്നു. ഇപ്പോൾ തന്നെ ഒരു 30 ലാക്സിനടുത്തൊരു പ്രോഫിറ്റ് എനിക്കതിൽ ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ സാറിൻ്റെ ഈ റെക്കമെൻഡേഷൻ കുറച്ച് കാലം കാത്തിരുന്നെങ്കിലും സാറിൻ്റെ റെക്കമെൻഡേഷനിലുള്ള ട്രസ്റ്റ് അത് എപ്പോഴും പാലിക്കപ്പെടുന്നുണ്ട്. അത് തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ താങ്ക് യു സർ. ഓക്കെ. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ്. നമുക്ക് അതൊരു കേസ് സ്റ്റഡി ആയിട്ട് നമുക്കൊന്നുകൂടെ പ്രസൻറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കൂടുതൽ മനസ്സിലാകും. അദ്ദേഹം ബൈ ചെയ്തിരിക്കുന്ന ക്വാണ്ടിറ്റി, ക്വിക്കിലിൻ്റെ ക്വാണ്ടിറ്റി ബൈ ചെയ്തിരിക്കുന്നത് 18,000-നാണ്. ബൈയിങ് പ്രൈസ് 230-ക്കാണ് അദ്ദേഹം എൻ്റർ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് 41,40,000 ക്വിക്കിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം ടാക്സ് ലോസ് ഹാർവെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് അദ്ദേഹം വിൽക്കുന്നത് 160-ക്കാണ്. അതായത് 230-ക്ക് വാങ്ങിയ സ്റ്റോക്ക് 160 വരെയുള്ള ഒരു കറക്ഷനിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഒരു മാർച്ച് മന്തിലാണ് അദ്ദേഹം അത് 160-ക്ക് വിൽക്കുന്നത്. അതായത് 41,40,000 വാങ്ങിയ സ്റ്റോക്ക് അദ്ദേഹം സെല്ല് ചെയ്യുന്നത് 28,80,000-നാണ്. അപ്പോൾ അദ്ദേഹത്തിനൊരു ലോസ് ബുക്ക്ഡ് ഫോർ ടാക്സ് ഹാർവെസ്റ്റിംഗ് 12,60,000 ലോസ് അദ്ദേഹം അവിടെ ബുക്ക് ചെയ്യുകയാണ്. അപ്പോൾ അതിൽ ആ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് വരുന്നത് 12,60,000-നാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഓൾമോസ്റ്റ് 1 crore പ്രോഫിറ്റ് ആ വർഷമുണ്ട്. അതിൽ നിന്ന് അദ്ദേഹത്തിന് ഇത് കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ അദ്ദേഹത്തിന് ആക്ച്വലി പറഞ്ഞാൽ 12,60,000-ൽ ഓൾമോസ്റ്റ് 15% എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 1,89,000 ടാക്സ് കുറയ്ക്കാനായിട്ട് അദ്ദേഹം ഈ ടാക്സ് ലോസ് ഹാർവെസ്റ്റിങ്ങിലൂടെ സാധിക്കുന്നു എന്നുള്ളത് നമുക്കിതിൽ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഈ വർഷത്തെ ടാക്സ് ലോസ് ഹാർവെസ്റ്റിങ്ങിലൂടെ ഉണ്ടാകുന്ന എഫക്റ്റ് എന്താണെന്ന് മനസ്സിലായല്ലേ. പക്ഷേ നമ്മൾ അടുത്ത വർഷം ഉണ്ടാകുന്ന എഫക്റ്റ് എന്താണെന്ന് കൂടെ മനസ്സിലാക്കണം. എങ്കിലാണ് ഇതിൻ്റെ ഈ ഒരു കോൺസെപ്റ്റ് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അദ്ദേഹം ക്വിക്കിൽ എന്നുള്ള സ്റ്റോക്ക് ഈ 230-ക്ക് വാങ്ങി 160-ക്ക് അദ്ദേഹം ലോസ് ബുക്ക് ചെയ്തു. അതിനുശേഷം നെക്സ്റ്റ് ഇയറിൽ 400 ലെവലിൽ എത്തുമ്പോഴാണ് അദ്ദേഹം ഇതിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്ലൈഡിൽ കാണാൻ സാധിക്കും അദ്ദേഹം നെക്സ്റ്റ് ഇയറിൽ അതിൽ സ്റ്റോക്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് 400 ലെവലിലാണ്. അതായത് 18,000 സ്റ്റോക്സ് 400-ന് വിൽക്കുമ്പോൾ 72 lakhs-ലാണ് അദ്ദേഹം റിയലൈസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് കാണാൻ നമുക്ക് 43,20,000 പ്രോഫിറ്റായിട്ട് വരുന്നത് കാണാം. കാരണം അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോയിലുള്ള സ്റ്റോക്കിൻ്റെ പ്രോഫിറ്റ് ആ സ്റ്റോക്കിൻ്റെ കോസ്റ്റായിട്ടിരിക്കുക 160 ആയിരിക്കും. അതേസമയം നമുക്കറിയാം റിയൽ പ്രോഫിറ്റ് 43,20,000-ൽ നിന്നും നമുക്ക് 12,60,000, അതായത് കഴിഞ്ഞ കൊല്ലം നമ്മൾ ബുക്ക് ചെയ്ത ലോസ് അത് നമ്മൾ കുറച്ചാലാണ് റിയൽ പ്രോഫിറ്റ് കിട്ടുക. അതായത് നമുക്ക് അദ്ദേഹത്തിന് റിയൽ ആയിട്ടുള്ള ക്വിക്കിൽ നിന്നുള്ള സ്റ്റോക്കിൽ റിയൽ പ്രോഫിറ്റ് ലഭിച്ചിരിക്കുന്നത് 30,60,000 അല്ലേ. അപ്പോൾ പക്ഷേ ഈ വർഷം നമുക്ക് കാണാം, കഴിഞ്ഞ വർഷം നമ്മൾ ടാക്സ് കുറവ് നമുക്ക് നേടാൻ സാധിച്ചു എന്നുണ്ടെങ്കിലും ഈ വർഷം കഴിഞ്ഞ വർഷം സേവ് ചെയ്തതിനടക്കം ഉള്ള 43,20,000-ഉം അദ്ദേഹം ടാക്സ് ആയിട്ടുള്ള 15% അടയ്ക്കേണ്ടി വരും. അതായത് ഈ ഒരു കേസിൽ അദ്ദേഹത്തിന് ടാക്സ് ഒരു വർഷത്തെ കുറയ്ക്കാൻ സാധിച്ചു. അത് അടുത്ത വർഷം അടയ്ക്കേണ്ടി വരുന്നുണ്ട്. പക്ഷേ ഒരു വർഷത്തിൽ അത് സേവ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. നമുക്കതിൽ ഇത് ഞാൻ ഒരു ചാർട്ടിൽ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നതാണ്. നമ്മൾക്ക് അടുത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് കാണാം ക്വിക്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആക്ച്വലി 21st
മെയ് 2021 ഈ സ്റ്റോക്ക് നമ്മൾ 230 ലെവലിൽ എൻ്റർ ചെയ്യുന്നത്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിന് റെക്കമെൻഡ് ചെയ്തതിന് ഇമ്മീഡിയറ്റ് ആയി തന്നെ ആ സ്റ്റോക്ക് ഒരു 50% ഉയർന്നു പോയെങ്കിലും പിന്നീട് അതൊരു സ്റ്റോക്കിന് ഒരു കറക്ഷനിലൂടെ 1-2 ക്വാർട്ടറൊക്കെ റിസൾട്ട് മോശമായതുകൊണ്ടൊക്കെ അങ്ങനെയാണ് കറക്ഷനിലൂടെ വന്നു. അതിനുശേഷം ഈ ഒരു മാർച്ച് മന്തിൽ ഈ സ്റ്റോക്ക് ഒരു 160 ലെവലിൽ വന്നപ്പോഴാണ് അദ്ദേഹം ആ ടാക്സ് ഹാർവെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ആ സ്റ്റോക്കിന് ഉപയോഗിക്കുന്നത്. അവിടെ അദ്ദേഹം വിറ്റ് നമ്മൾ ആ ലോസ് ബുക്ക് ചെയ്യുന്നത് നമുക്കിവിടെ ആ ഏരിയയിൽ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനുശേഷമാണ് ഈ സ്റ്റോക്ക് വലിയൊരു റാലിയുടെ കടന്നു പോവുകയും 400 ലെവലിലേക്ക് മൂവ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണാം, നമുക്ക് 599 ഒരു ഹൈ ഈ ക്വിക്കിൽ നിന്നുള്ള സ്റ്റോക്ക് പിന്നീട് ടെസ്റ്റ് ചെയ്തിരിക്കുന്നത് കാണാം. ആ സ്റ്റോക്ക് വളരെ പേഷ്യൻസോടുകൂടി ഹോൾഡ് ചെയ്ത എല്ലാ ക്ലയൻസും വലിയ ഹ്യൂജ് പ്രോഫിറ്റ് ബുക്ക് ചെയ്തൊരു സ്റ്റോക്കാണ് ക്വിക്കിൽ എന്നുള്ള സ്റ്റോക്ക്. ഇത് ഞങ്ങൾ ക്വിക്കിൽ നമ്മുടെ ഡയമണ്ട് പിക്ക് 3 ആയിരുന്നു. നമുക്ക് അടുത്തായിട്ട് ഈ സ്റ്റോക്കിൻ്റെ ഈ ഒരു സെയിം ചാർട്ടിൽ തന്നെ നമ്മൾ അതിൽ കോസ്റ്റുകൾ നമ്മളിപ്പോൾ നടത്തിയ കേസ് സ്റ്റഡിയുടെ ആ ക്ലയൻറ്റിൻ്റെ വോയിസ് നമ്മൾ കേട്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് നമ്മളിതിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ 41,40,000 ആണ് 230 ലെവലിൽ അദ്ദേഹത്തിന് നൽകിയിരുന്നതെന്നുണ്ടെങ്കിൽ അതിനുശേഷം അദ്ദേഹത്തിന് ടാക്സ് ഹാർവെസ്റ്റിങ്ങിന് വിൽക്കുമ്പോൾ അദ്ദേഹം ലോസ് ബുക്ക് ചെയ്യുന്നത് 12,60,000 ലോസ് ബുക്ക് ചെയ്യുന്നത് നമ്മളവിടെ 160ക്ക് നമ്മളത് ചെയ്യുന്നത് നമുക്കിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 400 ലെവലിൽ അദ്ദേഹം പ്രോഫിറ്റ് ബുക്ക് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ലഭിക്കുന്ന ടോട്ടൽ പ്രോഫിറ്റ് 43,20,000 ആണ്. അതായത് അവിടെ റിയൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 43,20,000 മൈനസ് കഴിഞ്ഞ കൊല്ലം നമ്മൾ ബുക്ക് ചെയ്ത ലോസ്, അതായത് 12,60,000 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 30,60,000 ആണ് അദ്ദേഹത്തിന് ഈ ക്വിക്കിയിൽ നിന്നും റിയലായിട്ട് ലഭിച്ച പ്രോഫിറ്റ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് നമ്മൾ ഒരു ടാക്സ് ലോസ് ഹാർവെസ്റ്റിങ്ങിൽ നമ്മൾ ഈ ഒരു വർഷം നമുക്ക് ടാക്സ് കുറയ്ക്കാനാണ് നമുക്കതിലൂടെ സാധിക്കുക. അടുത്ത വർഷം ഈ സ്റ്റോക്ക് വീണ്ടും നമ്മൾ ടാർഗറ്റിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടാക്സ് അടുത്ത വർഷം നൽകേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു ഡിസഡ്വാൻറ്റേജ് കൂടെ ഇതിലുണ്ട്. പക്ഷേ ഈ വർഷത്തെ ടാക്സ് പ്ലാൻ ചെയ്യാനായിട്ട് നമുക്ക് ഇതുപോലെ ഇത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അവിടെയാണ് നമുക്ക് ഈ ടാക്സ് ലോസ് ഹാർവെസ്റ്റിംഗ് ഉപയോഗിക്കാൻ സാധിക്കുക. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത് ഓൾറെഡി നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഹ്യൂജ് എമൗണ്ട് ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി ഉള്ള പോർട്ട്ഫോളിയോയിൽ ഏതെങ്കിലും സ്റ്റോക്കിൽ നല്ല രീതിയിലുള്ള ലോസ് ലാണ് നോഷണൽ ലോസിൽ, അതായത് അൺറിയലിസ്റ്റിക് ലോസ് കാണിക്കുന്നുണ്ടെങ്കിൽ ആ സ്റ്റോക്ക് വിറ്റതിന് ശേഷം 2-3 ദിവസത്തിനുള്ളിൽ തിരിച്ചു വാങ്ങാവുന്ന രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഈ എമൗണ്ടിൽ ബുക്ക് ചെയ്യുന്ന ലോസ് കൂടെ അവരുടെ കറണ്ട് ഇയറിൻ്റെ പ്രോഫിറ്റിൽ നിന്ന് കുറയ്ക്കുകയും അതുവഴി ലോസ് ടാക്സ് ഈ വർഷം അടയ്ക്കേണ്ടത് കുറയ്ക്കാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഈ ടാക്സ് ലോസ് ഹാർവെസ്റ്റിംഗ് കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഈ ലോസ് ടാക്സ് ഹാർവെസ്റ്റിങ്ങിനെ പറ്റി പറഞ്ഞത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനിൽ അതിനൊരു ടാക്സ് നമുക്ക് പ്രോഫിറ്റ് ടാക്സ് ഹാർവെസ്റ്റിംഗ് എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്കും കൂടെ അപ്ലൈ ചെയ്യാൻ സാധിക്കും. കാരണം ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് നമുക്ക് 1 lakhൻ്റെ ബേസിക് എക്സംഷൻ ലഭിക്കുന്നുണ്ടല്ലേ. അപ്പോൾ നമുക്കൊരു വർഷം 1 lakhലധികം ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ടാക്സ് അടയ്ക്കേണ്ടി വരുള്ളൂ. അതുവരെയുള്ള 1 lakhന് എക്സംഷൻ ഉണ്ട്. അതായത് 1 lakhൻ്റെ 10%, അതായത് 10,000 rupees വരെ നമുക്ക് ഒരു വർഷം എക്സംഷൻ ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്തൊരു ക്ലയൻറ്റ് ചോദിക്കുകയുണ്ടായി, അദ്ദേഹത്തിൻ്റെ 3 സ്റ്റോക്കുകളുണ്ട് ഉണ്ടായിരുന്നു. അതിൽ ഒരെണ്ണത്തിൽ 85,000, ഒരെണ്ണത്തിൽ 89,000, മറ്റൊരു സ്റ്റോക്കിൽ 95,000. ഇങ്ങനെ 3 സ്റ്റോക്കിലും പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഈ 3 സ്റ്റോക്കിലും 1 lakh വീതം എക്സംഷൻ ലഭിക്കില്ലേ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുകയുണ്ടായി. അപ്പോൾ അത് തീർച്ചയായിട്ടും അത്യാഗ്രഹമാണ്. മാക്സിമം ഒരു വർഷം ടോട്ടലി 1 lakh എക്സംഷൻ ലഭിക്കുകയുള്ളൂ. അതായത് നമ്മൾ 50 സ്റ്റോക്കുകൾ ഉണ്ടായിരുന്നു, 50 സ്റ്റോക്കിലും 1 lakh വെച്ച് പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ 50 lakhsൻ്റെ എക്സംഷൻ നമുക്ക് ഒരിക്കലും കിട്ടില്ല. നമുക്ക് 1 lakhൻ്റെ കിട്ടുള്ളൂ. ബാക്കി 49 lakhsനും നമ്മൾ ടാക്സ് ആയിട്ടുള്ള 10% അടയ്ക്കണം എന്നുള്ളതാണ് ഈ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സിൻ്റെ ഒരു കോൺസെപ്റ്റ്. അതേസമയം നമുക്ക് ഇവിടെ നമുക്ക് ഒരു ടാക്സ് പ്ലാനിങ് നമുക്കിതിൽ ചെയ്യാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കൊരു ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എങ്ങനെ നമുക്ക് ഓരോ വർഷവും കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് ഞാനൊരു കേസ് സ്റ്റഡി നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. ഒരു കാര്യം, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ഇൻവെസ്റ്റർ നടത്തുന്നത് 5 lakhs ആണെന്ന് വിചാരിക്കുക. അതിനുശേഷം അത്
അദ്ദേഹത്തിന് ഫസ്റ്റ് ഇയറിൽ അതിലൊരു 75,000 പ്രോഫിറ്റ് ലഭിക്കുന്നു, സെക്കൻഡ് ഇയറിൽ 80,250 ലഭിക്കുന്നു, നെക്സ്റ്റ് ഇയറിൽ 99,187 ലഭിക്കുന്നു, അതിന് ഫോർത്ത് ഇയറിൽ 1,14,066 ലഭിക്കുന്നു, ഫിഫ്ത്ത് ഇയറിൽ 1,31,175 ലഭിക്കുകയാണെന്നുള്ള ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ടോട്ടലായിട്ട് റിയലൈസ്ഡ് ഗെയിൻ 5,05,678 ആണ്. അതായത് അദ്ദേഹത്തിന് ഓൾമോസ്റ്റ് ഒരു ഡബിളായിട്ട് അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫിഫ്ത്ത് ഇയറിൽ ടോട്ടൽ 5 കൊല്ലത്തെ ഇൻകം കിട്ടുകയാണെങ്കിൽ, അങ്ങനെ അദ്ദേഹം ആ സ്റ്റോക്ക് 5 വർഷം അതേ ലെവലിൽ തന്നെ ഹോൾഡ് ചെയ്യുകയാണ്, അദ്ദേഹം ഒന്നും തന്നെ ചെയ്യുന്നില്ല, ഒരു പ്രാവശ്യം പോലും വാങ്ങുകയോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഈ എമൗണ്ടിൽ ഒരു 1 lakhൻ്റെ ബേസിക് എക്സംഷൻ ഉണ്ട്, അത് കുറച്ചിട്ടുള്ള എമൗണ്ടിൽ 10%, അതായത് ആ 10% എടുക്കുമ്പോൾ നമുക്ക് 40,568 ടാക്സ് അടയ്ക്കേണ്ടി വരും. കാരണം അദ്ദേഹത്തിന് ബേസിക് എക്സംഷൻ ലിമിറ്റ് ഫിഫ്ത്ത് ഇയറിൽ മാത്രമാണ് ലഭിക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അതേസമയം അവിടെ നമുക്കൊരു ടാക്സ് പ്ലാനിങ് ചെയ്യാൻ സാധിക്കുന്നത്. ഇദ്ദേഹത്തിന് ഫസ്റ്റ് ഇയറിൽ ഒരു പ്രാവശ്യം വിറ്റതിന് ശേഷം ആ സ്റ്റോക്ക് തിരിച്ചു വാങ്ങുക, സെക്കൻഡ് ഇയറിൽ വീണ്ടും ആ സ്റ്റോക്ക് വിറ്റതിന് ശേഷം തിരിച്ചു വാങ്ങുക, അങ്ങനെ തേർഡ് ഇയറിലും ഫോർത്ത് ഇയറിലും ഫിഫ്ത്ത് ഇയറിലും ഈ സ്റ്റോക്ക് വിറ്റതിന് ശേഷം തിരിച്ചു വാങ്ങുകയാണെങ്കിൽ ആ ലോസ് ആ പ്രോഫിറ്റ് ഓരോ വർഷവും ബുക്ക് ചെയ്യുന്നതിൽ ബേസിക് എക്സംഷൻ ലിമിറ്റായ 1 lakh ഈ 5 വർഷം അദ്ദേഹത്തിന് ക്ലെയിം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. അതായത് നമ്മൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഇയറിൽ 75,000 ആണ് പ്രോഫിറ്റ്, അദ്ദേഹം ആ സ്റ്റോക്കിന് വിറ്റ് അടുത്ത ദിവസം തന്നെ ഇത് തിരിച്ചു വാങ്ങുമ്പോൾ അദ്ദേഹത്തിന് നമുക്ക് കാണാം ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ടി വരിക 0 ആണ്. കാരണം ബേസിക് എക്സംഷൻ ലിമിറ്റായ 1 lakhന് താഴെ ഉള്ളൂ അല്ലേ 75,000. അതേസമയം സെക്കൻഡ് ഇയറിൽ അദ്ദേഹത്തിന് 86,250 1 lakhന് താഴെയാണ്, അവിടെയും ടാക്സ് 0 ആണ്. തേർഡ് ഇയറിന് 99,187 ആണ്, അവിടെയും ബേസിക് എക്സംഷൻ ലിമിറ്റായിട്ടുള്ള 1 lakh താഴെ ആയതുകൊണ്ട് അദ്ദേഹത്തിന് ടാക്സ് അടയ്ക്കേണ്ടത് 0 ആണ്. പക്ഷേ ഫോർത്ത് ഇയറിൽ അദ്ദേഹത്തിന് 14,066 എന്നുള്ള ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ വരുന്നുണ്ട്, അതിൽ 10% ആയിട്ടുള്ള 1,407 ടാക്സ് അടയ്ക്കേണ്ടി വരും. ഫിഫ്ത്ത് ഇയറിൽ നമുക്ക് കാണാം 31,175 എന്നുള്ളതാണ് അദ്ദേഹത്തിന് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ വരുന്നത്, അതിൻ്റെ 10% ആയ 3,118 റുപ്പീസിൻ്റെ ടാക്സ് വരുമ്പോൾ അദ്ദേഹത്തിന് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 5 വർഷത്തെ ടോട്ടൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ വരുന്നത് 4,525 ആണ്. അപ്പോൾ 5 വർഷം ഹോൾഡ് ചെയ്തതിന് ശേഷം വിൽക്കുമ്പോൾ അടയ്ക്കേണ്ട 40,568 ഈ 5 വർഷത്തിലും വിറ്റ ഈ ടാക്സ് പ്ലാനിങ്ങോടുകൂടി ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് അടയ്ക്കേണ്ട ടാക്സ് 4,525 ആണ്. ഇത് തമ്മിൽ ഉള്ള ഡിഫറൻസ് ആയ 36,043 എന്നുള്ള എമൗണ്ടാണ് അദ്ദേഹം ഇതിലൂടെ സേവ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നമ്മൾ ഓരോ വർഷവും ഈ എക്സംഷൻ ലിമിറ്റ് എടുക്കുന്നതിന് വേണ്ടി വിറ്റ് തിരിച്ചു വാങ്ങുന്നതിനെയാണ് നമുക്ക് വേണമെങ്കിൽ ടാക്സ് പ്രോഫിറ്റ് ഹാർവെസ്റ്റിംഗ് എന്ന രീതിയിൽ ചെയ്യാവുന്നത്. ഇതുകൂടെ നിങ്ങൾക്ക് മൈൻഡിൽ കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഓരോ വർഷവും നമുക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കൂടെ പ്ലാൻ ചെയ്യാവുന്നതാണ്. ഞങ്ങൾ എന്തായാലും മാർച്ച് മന്തിൽ ഒരു ഗോൾഡൻ പിക്ക് 6 ഞങ്ങൾ റിലീസ് ചെയ്യുന്നുണ്ട്. അതിൽ എന്തായാലും മാർക്കറ്റിൻ്റെ ഒരു ഡിപ്പ് ലഭിച്ചുകൊണ്ട് തന്നെ നമ്മുടെ വളരെ നല്ലൊരു റെക്കമെൻഡേഷൻ നമുക്ക് ഈ ഗോൾഡൻ പിക്ക് 6 ആയിട്ട് നമ്മൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പ്രീ ബുക്കിംഗ് ചെയ്യാവുന്നതാണ്. അടുത്തായി നമുക്കിനി ഞങ്ങളുടെ ട്രിപ്പിൾ സ്വിംഗ് ഡെലിവറി റെക്കമെൻഡേഷൻസിൽ ഞങ്ങൾ ഈ മാസം പ്രോഫിറ്റ് ബുക്ക് ചെയ്ത ചില എക്സാമ്പിൾസ് നോക്കാം. അതിൽ ഞങ്ങൾ ഈ മാസം ഞങ്ങൾ എൻ്റർ ചെയ്തിരുന്ന സ്റ്റോക്കായിരുന്നു ഗെയിൽ എന്നുള്ള സ്റ്റോക്ക്. ഞങ്ങൾ എൻ്റർ ചെയ്തിരുന്നത് 170 ലെവലിലായിരുന്നു. അതിനുശേഷം ഈ സ്റ്റോക്കിൽ ഞങ്ങൾ 192 ലെവലിലേക്കുള്ള ഒരു മൂവ്മെൻറ്റിൽ ഞങ്ങൾ ഈ സ്റ്റോക്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. അതുപോലെ മറ്റൊരു സ്റ്റോക്ക് TD പവർ സിസ്റ്റംസ് എന്നുള്ള സ്റ്റോക്ക് ഞങ്ങൾ 265 ലെവലിലായിരുന്നു എൻ്റർ ചെയ്തിരുന്നത്. അതിനുശേഷം 330 ലെവലിലേക്കുള്ള ഒരു മൂവ്മെൻറ്റിൽ ഞങ്ങൾ അതിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് 24% പ്രോഫിറ്റാണ് ബുക്ക് ചെയ്തത്. അതുപോലെ LG എക്യുപ്മെൻറ്റ്സ് എന്നുള്ള സ്റ്റോക്ക് ഞങ്ങൾ എൻ്റർ ചെയ്തിരുന്നത് 570 ലെവലിലായിരുന്നു. അതിനുശേഷം ഈ സ്റ്റോക്കിൽ ഞങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് 645 എന്നുള്ള ലെവലിൽ ഞങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഒരു 13% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. അതുപോലെ മറ്റൊരു സ്റ്റോക്ക് സ്നൈഡർ ഇലക്ട്രിക് എന്നുള്ള സ്റ്റോക്ക് ഞങ്ങൾ എൻ്റർ ചെയ്തിരുന്നത് 475 ലെവലിലായിരുന്നു. അതിനുശേഷം 595 എന്നുള്ള ലെവലിൽ ഞങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഒരു 25% പ്രോഫിറ്റ് ഞങ്ങൾക്ക് ഈ സ്റ്റോക്കിൽ ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. അതുപോലെ നമ്മൾ കഴിഞ്ഞ വീക്കിലെ ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ സ്റ്റോക്കുകൾ ഗുജറാത്ത് പിപ്പാവ പോർട്ട് 11% ഉയർന്നും, കൊച്ചിൻ ഷിപ്പ്യാർഡ് 10% ഉയർന്നും, റിലാക്സ് ഫുട്വെയേഴ്സ് 10% ഉയർന്നും, ZF കമേഴ്സ്യൽ വെഹിക്കിൾ കൺട്രോൾ സിസ്റ്റംസ് 9% ഉയർന്നും, സ്വാൻ എനർജി 9% ഉയർന്നും, സോളാർ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് 8% ഉയർന്നും, അപ്പർ ഇൻഡസ്ട്രീസ് 6% ഉയർന്നും, ഗുജറാത്ത് സ്റ്റേറ്റ് ഫെർട്ടിലൈസർ ആൻഡ് കെമിക്കൽസ് 5% ഉയർന്നും, IDBI ബാങ്ക് 5% ഉയർന്നും, സഫയർ ഫുഡ്സ് ഇന്ത്യ 5% ഉയർന്നും, ക്യാമ്പസ് ആക്റ്റീവെയർ
5% ഉയർന്നും, ജംന ഓട്ടോ ഇൻഡസ്ട്രീസ് 5% ഉയർന്നും, SJVN 5% ഉയർന്നും, നെറ്റ്വർക്ക് 18 മീഡിയ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് 4% ഉയർന്നും, അതുപോലെ സൊമാറ്റോ 4% ഉയർന്നാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റോക്കുകൾ ഒരു അപ്വേർഡ് ട്രെൻഡിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ സ്റ്റോക്കുകൾ അടുത്ത വീക്കിൽ നമുക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാം. അതുപോലെ നമുക്ക് കഴിഞ്ഞ വീക്കിൽ 4 ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഡാറ്റ നോക്കാം. 4 ഇൻസ്റ്റിറ്റ്യൂഷൻസ് കഴിഞ്ഞ വീക്കിൽ 816.9 ക്രോസിൻ്റെ സെല്ലേഴ്സ് ആയിരുന്നു. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 14,147.5 ക്രോസിൻ്റെ ബയേഴ്സും ആയിരുന്നു. അടുത്തത് നമുക്കിനി നിഫ്റ്റിയുടെ അനാലിസിസിലേക്ക് കടക്കാം. കഴിഞ്ഞ വീക്കിലെ നിഫ്റ്റിയുടെ ട്രേഡിംഗ് പാറ്റേൺ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. നിഫ്റ്റി 7th മാർച്ചിന് ക്ലോസ് ചെയ്തിരുന്നത് 22,493 11th മാർച്ചിന് നിഫ്റ്റി 160 പോയിൻറ്റ്സ് താഴ്ന്നും, 12th മാർച്ചിന് നിഫ്റ്റി 3 പോയിൻറ്റ്സ് ഉയർന്നും, അതിനുശേഷം 13th മാർച്ചിന് 338 പോയിൻറ്റ്സ് താഴ്ന്നും, 14th മാർച്ചിന് നിഫ്റ്റി 148 പോയിൻറ്റ്സ് ഉയർന്നും, 15th മാർച്ചിന് വീണ്ടും 123 പോയിൻറ്റ്സ് താഴ്ന്നുമാണ് ക്ലോസ് ചെയ്തത്. ഈ വീക്കിൽ നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് 22,023 ഈ വീക്കിൽ മാർക്കറ്റ് 470 പോയിൻറ്റ്സ് താഴ്ന്നാണ് അങ്ങനെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയുടെ ഈ മന്ത്ലി ചാർട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. നിഫ്റ്റി മാർച്ച് മന്തിൽ 40 പോയിൻറ്റ്സ് മാത്രം ആഡ് ചെയ്താണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ചാർട്ടിൽ നിന്ന് കാണാൻ സാധിക്കും. അതുപോലെ നിഫ്റ്റിയുടെ വീക്ക്ലി ചാർട്ടിൽ പ്രധാനപ്പെട്ട DMAs മാർക്ക് ചെയ്തിരിക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. നിഫ്റ്റിയുടെ 200 DMA വരുന്നത് 20,265 100 DMA വരുന്നത് 21,122 50 DMA വരുന്നത് 21,909 20 DMA വരുന്നത് 22,217 ലെവലിലുമാണ്. അതുപോലെ നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടിൽ പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻസുകൾ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് നിങ്ങൾക്കിപ്പോൾ കാണുന്നത്. നിഫ്റ്റിയുടെ പ്യൂർ പോയിൻ്റ് ആയിട്ട് നിൽക്കുന്നത് 22,151 അതിന് മുകളിൽ റെസിസ്റ്റൻസുകൾ 22,398 22,772 23,019 23,110 23,382 എന്നീ ലെവൽസാണ്. അതേസമയം 22,151 താഴെ സപ്പോർട്ട് ലെവൽസ് ആയിരിക്കുക 21,936 21,777 21,530 21,156 20,808 എന്നീ ലെവൽസ് ആയിരിക്കും. അതുപോലെ നമുക്ക് അടുത്ത വീക്കിലേക്കുള്ള ഒരു വീക്ക്ലി റേഞ്ച് നമുക്ക് ഫിക്സ് ചെയ്യുമ്പോൾ അപ്പർ റേഞ്ച് 23,110 ലോവർ റേഞ്ച് 21,156 ആണ്. പ്യൂർ പോയിൻ്റ് ആയിട്ട് നിൽക്കുക 22,151 ആയിരിക്കും. അടുത്തായി നമുക്കിനി ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസിലേക്ക് കടക്കാം. അതിൽ മുന്നോടിയായിട്ട് ഞങ്ങളുടെ ഗോൾഡൻ പിക്ക് 6 എന്നുള്ള സീരീസിലുള്ള റെക്കമെൻഡേഷൻ ഞങ്ങൾ ഈ മാർച്ച് മന്തിൽ റിലീസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്രീ ബുക്കിംഗ് ഇപ്പോൾ നടക്കുന്നുണ്ട്. അത് വേണ്ടവർക്ക് ഇപ്പോൾ ബുക്ക് ചെയ്യാവുന്നതാണ്. അത് ഗോൾഡൻ പിക്ക് 6ൻ്റെ കൂടെ തന്നെ ഡയമണ്ട് പിക്ക് 21 കൂടെ ഒരു കോംബോ ഓഫറായിട്ട് കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇതിന് രണ്ടിനും നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് അടുത്തായിട്ട് നമുക്കിനി നമ്മുടെ ഈ വീക്കിലെ സ്റ്റോക്ക് ഓഫ് ദി വീക്ക് ഏതാണെന്ന് നോക്കാം. ഈ സ്റ്റോക്കാണ് അഡാനി പോർട്സ്. ഈ സ്റ്റോക്ക് 1,285 മുകളിൽ ലഭിക്കുകയാണെങ്കിൽ അതിന് അടുത്തൊരു റെസിസ്റ്റൻസ് 1,420 ആണ്. അതുപോലെ തന്നെ നമ്മുടെ ട്രിപ്പിൾ ടെക്നിക്കൽ പിക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡാണ്. ഈ സ്റ്റോക്ക് 900 മുകളിൽ നമുക്കൊരു അടുത്ത റെസിസ്റ്റൻസ് ആയിരിക്കും 990 ആണ്. അതുകൊണ്ട് നമ്മുടെ ട്രിപ്പിൾ ടെക്നിക്കൽ പിക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡാണ്. അതുപോലെ നമ്മുടെ സ്റ്റോക്സ് വിത്ത് ടെക്നിക്കൽ ബ്രേക്ക്ഔട്ട് ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ സ്റ്റോക്കുകൾ ടാറ്റ കെമിക്കൽസ്, ICICI പ്രൊഡൻഷ്യൽ ലൈഫ്, L&T, സ്നൈഡർ ഇലക്ട്രിക്, അതുപോലെ തന്നെ ഗ്രാഫൈറ്റ് ഇൻഡസ്ട്രീസ് എന്നീ സ്റ്റോക്കുകളാണ്. ഈ സ്റ്റോക്കുകളും ഒരു ബുള്ളിഷ് ട്രെൻഡിലാണ്. അതുകൊണ്ട് ഈ സ്റ്റോക്കുകൾ നമുക്ക് വാച്ച് ലിസ്റ്റ് കീപ്പ് ചെയ്യാം. താങ്ക് യു. സെബി നൽകുന്ന രജിസ്ട്രേഷനും നിസം സർട്ടിഫിക്കേഷനും റിസർച്ച് അനലിസ്റ്റിൻ്റെ പ്രകടനത്തിന് ഒരു ഉറപ്പും നൽകുന്നില്ല. സെക്യൂരിറ്റീസ് മാർക്കറ്റുകളിൽ നിക്ഷേപം നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപിക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധാപൂർവം വായിക്കുക. ഇന്ന് ഉദ്ധരിച്ച സെക്യൂരിറ്റികൾ ഉദാഹരണങ്ങൾ മാത്രമാണ്, റെക്കമെൻഡേഷൻസ് അല്ല.